എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 10th പ്രിലിംസ് ബേസിസിലുള്ള LGS പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബയോളജി ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് കാണാം. അതിനുശേഷം നമ്മുടെ യൂട്യൂബിൽ വരുന്ന മോക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സിലബസ് നല്ലപോലെ നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ട് അതിന് വെയിറ്റേജുള്ള ടോപ്പിക്സ് നോക്കാനായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് പോകാൻ മാക്സിമം എനിക്ക് ട്രൈ ചെയ്യാനേ പറ്റുള്ളൂ. ഈ ഏത് ടോപ്പിക്കിൽ നിന്ന് വരും എന്നുള്ളത് ഡയറക്റ്റ് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മാക്സിമം നിങ്ങൾക്ക് വരും എന്ന അത്രയും ഉറപ്പുള്ള കാര്യങ്ങൾ തരാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് SSCയുടെയോ PSCയുടെയോ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒഫീഷ്യൽ മെയിലിലേക്കോ വാട്സാപ്പിലേക്കോ നിങ്ങൾ മെസ്സേജ് അയക്കുക. കൺസേൺ ടീം നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം കളയാതെ വേഗം ക്ലാസ്സിലേക്ക് പോയാലോ. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ് മക്കളെ. രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ. ഇതിന് നിങ്ങൾ ആദ്യം അത് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഈ ഒരു കോഡ് നിങ്ങളൊന്ന് ആദ്യം ഒന്ന് പഠിക്കുക കേട്ടോ. വൈറസ് രോഗങ്ങൾ പഠിക്കാനുള്ളൊരു കോഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. DYSPക്ക് ജലദോഷം, മച്ചമ്പിക്ക് റുബല്ലയും ജപ്പാൻ ജ്വരവും. ഒന്നുകൂടെ പറയുന്നു, DYSPക്ക് ജലദോഷം, മച്ചമ്പിക്ക് റുബല്ലയും ജപ്പാൻ ജ്വരവും. ഇതൊരു 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കോഡ് നിങ്ങൾക്ക് വൈറൽ ഡിസീസിന് പഠിക്കാൻ പറ്റിയൊരു കോഡായിട്ട് നിങ്ങളുടെ മനസ്സിൽ കയറും. ഇത് പഠിച്ചില്ലേ? ഇനി എന്താണ് ഇതിന്റെ ഫുൾ ഫോം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഓക്കെ മക്കളെ, ഇവിടെ ശ്രദ്ധിക്കാട്ടോ. DYSP എന്നിന്റെ ഫുൾ ഫോം എന്താ? ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ, സാൾസ്, സ്മോൾ പോക്സ്, അതുപോലെ പോളിയോ വൈറസ്. ഓക്കെ അല്ലെ? DYSPക്ക് ജലദോഷം. ഇവിടം വരെ നിങ്ങൾ ആദ്യം പഠിച്ചേ. ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ, സാൾസ്, സ്മോൾ പോക്സ്, പോളിയോ വൈറസ്, ജലദോഷം. ഇത്രയും കിട്ടിയില്ലടാ. DYSPക്ക് ജലദോഷം കിട്ടിയില്ലേ? ഇനി മച്ചമ്പി എന്തുട്ടാ നോക്കിയാലോ. ഇനി മച്ചമ്പിക്ക് റുബല്ലയും ജപ്പാൻ ജ്വരവും. മച്ചമ്പിയിലെ M എന്താ പറയുന്ന? മംസ്. A for എയ്ഡ്സ് അല്ലെങ്കിൽ അരിമ്പാറ. C for ചിക്കൻ പോക്സ് അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ. H for ഹെപ്പറ്റൈറ്റിസ്. E for എബോള. M for മീസൽസ്. P for പന്നിപ്പനി, അതുപോലെ പക്ഷിപ്പനി, കുരങ്ങുപനി ഒക്കെ പെടും. ഇനി I for ഇൻഫ്ലുവൻസ. അല്ല, ഇൻഫ്ലുവൻസ. ഓഗസ്റ്റ് ഫീവർ എന്നാണ് പറയുന്നത്. ഇത് അധികം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ തെറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ റുബല്ലയും ജപ്പാൻ ജ്വരവും. ഓക്കെ അല്ലേ? അപ്പൊ DYSPക്ക് ജലദോഷം, മച്ചമ്പി, റുബല്ല, ജപ്പാൻ ജ്വരം. ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി PSC തെറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു അസുഖമാണ് എലിപ്പനി. എലിപ്പനി വൈറൽ ഫീവർ ആണോടാ? അല്ല. എലിപ്പനി വൈറൽ ഫീവർ ആണോ? അല്ല, ബാക്ടീരിയൽ ഫീവർ ആണ് അല്ലെ. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി വൈറൽ ഫീവർ ആണെന്ന് കരുതി കുത്തരുത്. അപ്പോ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോഡിൽ ഞാൻ എലിപ്പനി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ശ്രദ്ധിച്ച് ഈ കോഡ് പഠിക്കണം. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനാണ്, ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോഡ് പോലെ നിങ്ങൾക്ക് തരണം കേട്ടെ. ഓക്കെ, അപ്പോൾ ഇനി ബാക്ടീരിയയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ DYSPക്ക് ജലദോഷം, മച്ചമ്പിക്ക് റുബല്ല, അതുപോലെ ജപ്പാൻ ജ്വരം എന്നുള്ള ഒരു കോഡ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? സെറ്റല്ലേ? അടുത്തയിലേക്ക് പോവാം. ഓക്കെ, ഇനി ബാക്ടീരിയൽ രോഗത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് 2 കോഡ് ഉണ്ട്. ആദ്യത്തെ കോഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. വിപിൻ കോഴിക്കോട് എയ്ഡ്സ് കോളേജിലാണ് പഠിക്കുന്നത്, TTC പഠിക്കുന്നത്. ആദ്യത്തെ കോഡാണ്. ഈ ആദ്യത്തെ കോഡ് നിങ്ങൾ ചോദിക്കും, അപ്പം ഇതിന് 2 കോഡ് മാമിന് ഒരൊറ്റ കോഡായിട്ട് പറഞ്ഞാൽ പോരെ? ഞാനിത് 2 കോഡായിട്ട് തിരിച്ചതിന്റെ കാരണം ആദ്യത്തെ കോഡിലുള്ള കുറച്ച് രോഗങ്ങൾ ഒരു 10-12 വർഷമായിട്ട് PSC ചോദിക്കണതും, രണ്ടാമത്തെ കോഡിലത്തെ രോഗങ്ങൾ എന്ന് പറയുന്നത് ഈ അടുത്ത് PSC ചോദിക്കുന്നതായിട്ടുള്ളതാണ്. അപ്പൊ രണ്ടും കൂടെ മിക്സ്ഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കോഡായി പോകുന്ന നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് 2 കോഡായിട്ട് തരണേ. വിപിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് TTC പഠിക്കുന്നത്. അപ്പോൾ വിപിൻ, VPN, വിപിൻ. V ഫോർ വില്ലൻ ചുമ, P ഫോർ പ്ലാഗ്, കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലാഗ് ആണ് കേട്ടോ. N ഫോർ ന്യൂമോണിയ. വിപിൻ കിട്ടിയില്ലേ? ഇനി കോഴിക്കോട് എന്നുള്ളത് നമ്മളൊരു ഷോർട്ട് ഫോം ആയിട്ട് KKD എന്നല്ല എഴുതാം. KKD എന്നാണ് എഴുതുക കോഴിക്കോടിനെ. അപ്പൊ KKDയില് 2 Kയും ഒരു Dയും ഉണ്ട്. കുഷ്ഠം, ക്ഷയം, ഡിഫ്തീരിയ. TB എന്ന് പറയുന്നത് ക്ഷയാണ്, അതറിയാലോ അല്ലെ. ഇനി എയ്സ് കോളേജ്, AZE എന്താ ഫുൾ ഫോം? ആന്ത്രാക്സ്, സിഫിലിസ്, എലിപ്പനി. ആന്ത്രാക്സ്, സിഫിലിസ്, എലിപ്പനി. കിട്ടിയില്ലേ? TTCയുടെ ഫുൾ ഫോം നോക്കിയടാ.
ടെറ്റനസ്, ടൈഫോയിഡ്, കോളറ. ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? കോളറയാണ് അല്ലേ? അപ്പൊ ഈ കോഡ് നിങ്ങൾക്ക് ഓക്കെ ആണോ? വിപിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് TTC പഠിക്കുന്നത്. V ഫോർ വില്ലൻ ചുമ, P ഫോർ പ്ലാഗ്, N ഫോർ ന്യൂമോണിയ, KKD 2 Kയും 1 Dയും, കുഷ്ഠം, ക്ഷയം, അതുപോലെ ഡിഫ്തീരിയ. എയ്സ് ACEയുടെ ഫുൾ ഫോം എന്താ? ആന്ത്രാക്സ്, സിഫിലിസ്, അതുപോലെ എലിപ്പനി. ഓക്കെ അല്ലെ? TTCയുടെ ഫുൾ ഫോം എന്താ? ടെറ്റനസ്, ടൈഫോയിഡ്, അതുപോലെ കോളറ. സെറ്റ് അല്ലേ മക്കളെ? വിപിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് TTC പഠിക്കുന്നത്. ഈ ഒരു കോഡ് ഓക്കെ അല്ലേ? ബാക്ടീരിയയുടെ, വൈറൽ ഫീവറിന്റെ, വൈറസ് രോഗങ്ങളുടെ കോഡ് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? മറന്നിട്ടില്ലല്ലോ. DYSPക്ക് ജലദോഷം, മച്ചമ്പിക്ക് റുബല്ലയും ജപ്പാൻ ജ്വരവും അല്ലേ? ഓക്കെ അല്ലേ? മൂന്നാമത്തെ കോഡ് പഠിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കോഡ്. ഇതും ബാക്ടീരിയയുടെ തന്നെയാണ്. ബാക്ടീരിയയും വൈറസും ഫംഗസും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തെറ്റിക്കരുത്. DYSP എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഹൈ റാങ്ക് ആണ്. അപ്പോൾ വൈറസ് ആണ് ഏറ്റവും അപകടകാരി അല്ലേ? അപ്പൊ ആ ലെവലിൽ നിങ്ങൾ ചിന്തിക്കണം. DYSP അതുപോലെ മച്ചമ്പിന്നൊക്കെ പറയുമ്പോൾ വലിയ ആൾക്കാരാ, അപ്പൊ വലിയ രോഗമാണ്. അപ്പൊ വൈറസ്, അതിന് തൊട്ട് താഴെ വരുന്നതാണ് ബാക്ടീരിയ. അപ്പൊ കുറച്ചും കൂടെ ചെറുതെന്നൊന്നുമല്ല, എന്ത് വന്നാലും നമ്മുടെ ശരീരത്തിന് പ്രശ്നമാണ്. എന്നാലും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറയുക. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡറി സ്റ്റേജ് ആണ് വരുന്നത് അല്ലേ? അപ്പൊ ഈ വിപിൻ അതുപോലെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു സെക്കൻഡറി എന്നുള്ളൊരു മൈൻഡിലേക്ക് നിങ്ങൾ വരണം. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കോഡിലേക്ക് പോവുകയാണ് നമ്മള്. MG10Dയിൽ ബിസിയാണ്. M ഫോർ മെനിഞ്ചറ്റിസ്, G ഫോർ ഗൊണോറിയ, T ഫോർ ട്രക്കോമ, D ഫോർ ഡെർമറ്റൈറ്റിസ്, B ഫോർ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ബോട്ടുലിസം, C ഫോർ ചെങ്കണ്ണ്. ഇപ്പൊ ഞാൻ ഈ സെക്കൻഡ് കോഡ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കോഡിനേക്കാളും ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലുള്ള കുറച്ച് രോഗങ്ങളാണ് ഇതിലുള്ളത്. കുറച്ചും കൂടെ PSC അടുത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് രോഗങ്ങളാണ്. നല്ല ടഫായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ്. അപ്പൊ ഈ ഒരു കോഡ് പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. M ഫോർ മെനിഞ്ചൈറ്റിസ്, G ഫോർ ഗൊണോറിയ, T ഫോർ ട്രക്കോമ, D ഫോർ ഡെർമറ്റൈറ്റിസ്, B ഫോർ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ബോട്ടുലിസം, C ഫോർ ചെങ്കണ്ണ്. മദ്രാസ് ഐ എന്നറിയപ്പെടുന്നതും ചെങ്കണ്ണാണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുക. അപ്പൊ രണ്ടാമത്തെ കോഡ് ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ വൈറൽ രോഗങ്ങൾ പഠിച്ചു, ബാക്ടീരിയൽ രോഗങ്ങളും പഠിച്ചു. രണ്ടും മിക്സ്ഡ് അപ്പ് ആയി പോവരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ പഠിക്കണേ പഠിക്കാം കേട്ടോ. ഈ കോഡനെ വെച്ച് പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ഉത്തരം തെറ്റിക്കാണ്ടിരുന്നാൽ മതി. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? ഫംഗസ് രോഗങ്ങളിലേക്ക് പോവാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫംഗസ് രോഗങ്ങളാണ്. നമുക്ക് മെയിനായിട്ട് 4 എണ്ണമാണ് പഠിക്കേണ്ടത്. ഞാൻ അത് കാരണമാണ് ഒത്തിരി കോഡൊന്നും തരാത്തത്. മെയിനായിട്ട് ഞാൻ നോക്കുമ്പോൾ PSC മെയിനായിട്ട് ഈ 4 എണ്ണം ചോദിച്ച് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരുപാട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ 4 എണ്ണം ഒന്ന് പെട്ടെന്ന് പഠിച്ചാൽ മതി. ഒന്നാമത്തത് ചുണങ്ങ്, രണ്ടാമത്തത് വട്ടച്ചൊറി, മൂന്നാമത്തത് പുഴുക്കടി, നാലാമത്തത് ആണിരോഗം. മെയിനായിട്ട് ഞാൻ നോക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയപ്പോൾ ഫംഗസിന്റെ കേസുകളിൽ നോക്കുമ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫംഗസ് രോഗം എന്ന രീതിയിൽ ചോദിച്ചിട്ടേ കണ്ടിട്ടുള്ളൂ. മെയിനായിട്ട് ഈ 4 എണ്ണം ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് കണ്ടത്. ഞാൻ വരച്ചത് കുറച്ച് കൂടിപ്പോയി അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ചുണങ്ങ്, വട്ടച്ചൊറി, പുഴുക്കടി, ആണിരോഗം. വേറൊരു രീതിയിലും കൂടെ ചോദിക്കാം. താഴെ തന്നിരിക്കുന്ന ഫംഗസ് രോഗങ്ങളിൽ കുട്ടികളിൽ മാത്രം കണ്ടുവരുന്ന പ്രധാന ഫംഗസ് രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ അത് വട്ടച്ചൊറിയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഡേറ്റ്സും കാര്യങ്ങളും നോക്കാം. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ മക്കളെ? നോക്കിയടാ, ഇനി ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഡേറ്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. 1 എയ്ഡ്സ് ദിനം ഡിസംബർ 1. പിന്നെ ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. ക്ഷയരോഗ ദിനം മാർച്ച് 24. എയ്ഡ്സിന്റെ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാ മക്കളെ? അമേരിക്കയിലാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. നിങ്ങൾ ഈ 4-5 ഡേറ്റ്സ് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് പഠിക്കുക. എയ്ഡ്സ് ദിനം ഡിസംബർ 1, ഫെബ്രുവരി 4 ക്യാൻസർ ദിനം, ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം, ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം, മാർച്ച് 24 ക്ഷയരോഗ ദിനം. ഓക്കെ അല്ലേ? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ക്ഷയരോഗല്ലേ? ഓക്കെ അല്ലേ? അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
ഓക്കെ ഡാ, സെറ്റ് അല്ലേ? അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അപ്പൊ മക്കളെ, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ചില രോഗങ്ങളും ആ രോഗങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള വാക്സിനേഷനുമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ക്ഷയരോഗത്തിന്റെ വാക്സിൻ എന്ന് പറയുന്നത് BCG ആണ്. പോളിയോ, OPV, ഡിഫ്തീരിയ, ടെറ്റനസിനുള്ളതാണ്, വില്ലൻ ചുമക്കൊക്കെ ഉള്ളതാണ്. DPT എന്നാണ് ആ ഒരു വാക്സിനേഷന്റെ പേര്. അഞ്ചാം പനി, മുണ്ടിനീര്, റുബല്ല, MMR, ടെറ്റനസ്, ധനുർവാദം, TT എടുക്കാന്നൊക്കെ പറയില്ല നമ്മൾ ടെറ്റനസ് വരുമ്പോൾ. അതുപോലെ പേ വിഷബാധ, റാബിസ്, IRV അല്ലെങ്കിൽ ARV എന്നാണ്. ടൈഫോയിഡ് വാക്സിന്റെ പേരെന്ത്? ടാബ് വാക്സിൻ എന്നാണ് കേട്ടോ. അപ്പൊ ഈ വാക്സിന്റെ ഫുൾ ഫോം ആയിട്ട് അങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടില്ല. മെയിൻ ആയിട്ട് ഈ ഒരു കോഡിൽ, അതായത് MMR വാക്സിൻ എടുക്കുന്നത് ഏത് രോഗത്തിനാണ്, ആ രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത് കൂടുതലും കണ്ടിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതൊന്ന് പെട്ടെന്ന് നിങ്ങൾ നോക്കിയോ, സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോട്ടായിട്ട് എഴുതി പഠിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇത്രയും ഇഞ്ചക്ഷൻസും രോഗങ്ങളും നിങ്ങളിത് നോക്കി വെച്ച് പോയാൽ മതി. ലാസ്റ്റ് മിനിറ്റ് അല്ലേ, കാരണം നിങ്ങൾക്ക് മറ്റന്നാൾ പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഇത്രയും ഒരു 5-6 എണ്ണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയെങ്കിലും പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാൻ കുറച്ച് രോഗങ്ങളും ആ രോഗങ്ങൾ അറിയപ്പെടുന്ന ശൈലികൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ മക്കളെ, ഇനി ഇങ്ങോട്ടൊന്ന് നോക്കിയടാ. ഇതും കൂടി ഒന്ന് പഠിച്ച എല്ലാവരും പെട്ടെന്ന് പഠിച്ചേ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാ? കിങ് ഓഫ് ഡിസീസ്, ക്ഷയരോഗം. രോഗങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ചുണങ്ങ്. രാജകീയ രോഗം. നിങ്ങൾ രോഗങ്ങളുടെ രാജാവും രാജകീയ രോഗവും തമ്മിൽ പലപ്പോഴും തെറ്റാറുണ്ട്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗവും രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. കറുത്ത മരണം നേരത്തെ ഞാൻ പറഞ്ഞു, പ്ലാഗ്. ബ്ലൂ ഡെത്ത്, കോളറ. കർഷകരുടെ രോഗം, എലിപ്പനി. മദ്രാസ് ഐ, ചെങ്കണ്ണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് കേട്ടോ. അതിൽ ഞാൻ ബേക്ക് എന്ന് എഴുതിയേക്കണേ. ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് പറഞ്ഞ് എല്ലൊടിക്കണ പോലത്തെ വേദന വരുന്ന പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെങ്കിപ്പനിയാണ് കേട്ടോ. ഡെങ്കിപ്പനിയുടെ സമയത്ത് നമുക്ക് എല്ലാ എല്ലും, ഈച്ച് ആൻഡ് എവറി ബോൺസ് ഓഫ് ദ ബോഡി, നമുക്ക് അത് നമ്മുടെ ടോ ടു ഹെഡ് നമുക്ക് വേദന എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓഗസ്റ്റ് ഫീവർ, ഇൻഫ്ലുവൻസ. സൈലന്റ് കില്ലർ, ഉയർന്ന രക്തസമ്മർദ്ദത്തിനെയാണ് സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. ലോക്ക് ജോ, ടെറ്റനസ്. ഹാൻസൻസ് ഡിസീസ്, കുഷ്ഠരോഗം. ഓക്കെ അല്ലേ? പിന്നെ ഹൈഡ്രോഫോബിയ. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീൻ കാണാൻ പറ്റുന്നത് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്നത് ജലഭീതി എന്ന് പറയുന്ന രോഗം എന്നറിയപ്പെടുന്നത് എന്താണ്? പേ വിഷബാധ. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ബി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കുറച്ച് ശൈലികളും അത് റിലേറ്റഡ് ആയിട്ടുള്ള രോഗം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലടാ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബയോളജിയുടെ ഭാഗത്ത് നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ ആ 4 മാർക്കും നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇന്ന ഭാഗം പറഞ്ഞു തന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ആ ഒരു ഭാഗം പറഞ്ഞുതരോ മാം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മാക്സിമം ഞാൻ കഴിവതും നാളെ മറ്റന്നാളൊക്കെ ഞാൻ ഒരു ലാസ്റ്റ് മിനിറ്റ് പോലെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും PSC SSC മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൺസേൺ ടീമിനെ നിങ്ങൾ അറിയിക്കുക. നമ്മുടെ ടീം അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് ഏത് രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങൾക്ക് പറ്റാത്തതായിട്ടുള്ള ഒരു പരീക്ഷയും SSCയുടെ സൈഡിൽ നിന്നോ PSCയുടെ സൈഡിൽ നിന്നോ ഇതുവരെ ഇറക്കിയിട്ടില്ല. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വിചാരിച്ച, നിങ്ങൾ ആഗ്രഹിച്ച ജോബ് നിങ്ങൾക്ക് കിട്ടട്ടെ. താങ്ക്